السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ ഇൻഷാ അല്ലാഹു തആല നമ്മുടെ ആയുസ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേവരും കാത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധവും പരിപാവനവുമായ ഒരു പക്ഷേ ഈ ഭൂമി ലോകത്തിലെ ദിനരാത്രികളിൽ ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായ ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതായത് ഈ ലോകത്തിനെ തന്നെ പടക്കാൻ കാരണക്കാരനായ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായിരിക്കുന്ന ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവും, അതുപോലെ തന്നെ അതിനോട് തൊട്ടു നിൽക്കുന്ന ആ പകൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല രണ്ട് രാപ്പകലുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നിമിഷങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. ആ സമയത്ത് ആ പരിശുദ്ധ രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും 7 വസ്തുക്കൾ നമ്മൾ തയ്യാറ് ചെയ്തു വെക്കണം. 7 കാര്യങ്ങൾ ആ രാത്രി നമ്മുടെ വീട്ടിലുണ്ടാകണം, നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യം പാലിക്കേണ്ടതാണ്. അതേ സമയത്ത് ആ 7 കാര്യങ്ങൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ആ രാത്രിയിൽ നമ്മുടെ വീട്ടിൽ ഇല്ലാതെയായി പോയാൽ വലിയ ഒരു പരാജയം തന്നെ നമ്മളെ വീടും നമ്മളെ കുടുംബവും നമ്മുടെ ദീനും ദുന്യാവും ഒക്കെ നേരിടേണ്ടി വരും. എല്ലാം തകർന്നടിഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ആ പരിശുദ്ധ രാവിനെ നാം ഓരോരുത്തരും വരവേൽക്കേണ്ടത്, അതിനെ സ്വാഗതം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ രാത്രി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ നിലക്കും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് ആ 7 കാര്യങ്ങൾ, ആ 7 വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധ പുലർത്തണം. അല്ലാത്ത പക്ഷം വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്, അന്നത്തെ രാത്രി നാം ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ അറിയിച്ചു തരാം. കൂടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ, അതിനേക്കാൾ വലിയ മറ്റൊരു കാര്യമില്ല, ഏറ്റവും പരിശുദ്ധമായ ഒരു സ്വലാത്ത് ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പഠിപ്പിച്ച് തന്ന, നമ്മളെല്ലാവരും ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ്, അത് ഞാൻ നിങ്ങളെ ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതുകൊണ്ട് ആ സ്വലാത്തും ധാരാളം ചൊല്ലേണ്ട രാത്രിയും പകലാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടുന്നില്ല, പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ രാത്രിയെ നല്ല പോലെ ഹയാത്താക്കാൻ, സ്വലാത്ത് കൊണ്ടും ഇബാദത്ത് കൊണ്ടും ധന്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട പ്രത്യേകിച്ചും വീട്ടിലുള്ള ഉമ്മമാർ ഈ കാര്യം ശ്രദ്ധയോടുകൂടി പാലിക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ആ രാത്രി പള്ളിയിലേക്ക് പോകാൻ സാധിക്കണമെന്നില്ല, എന്നാലും നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രധാനമായി ഗൗരവം കൊടുക്കേണ്ട ഒരു കാര്യം, അത് മറ്റൊന്നുമല്ല, അത് ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ വറ, ലോക സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമരായ അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചവൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധരാകുന്ന, ഏറ്റവും ശ്രേഷ്ഠരാകുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ രാത്രി എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ആ രാത്രി നബി തങ്ങളുടെ, ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ നബി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാത്രി എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രാത്രി മറ്റു രാത്രികളെ പോലെയല്ല, വളരെ പരിശുദ്ധമായ, വളരെ മഹത്വമുള്ള, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു രാത്രിയാണ്. കാരണം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ രാത്രി ലോകത്തെമ്പാടുമുണ്ടായ അത്ഭുതങ്ങൾ ചരിത്രങ്ങളിലും ഹദീസുകളിലും മഹാന്മാർ ഉദ്ധരിച്ചത് നമുക്ക് കാണാം. നമുക്കറിയാം, നാം ഓതുന്ന മൗലിദു ഷരീഫിൽ തന്നെ നബി തങ്ങൾ ജനിച്ച ആ രാത്രി 2000 വർഷം നിരന്തരമായി കത്തിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന അഗ്നികുണ്ടാരം കെട്ടുപോയ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ തടാകം, ഒരിക്കലും ഒറ്റിപ്പോകാത്ത വെള്ള തടാകം വറ്റി വരണ്ടത് നമുക്കറിയാം.
ഇങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങളാണ് ആ രാത്രിയിൽ സംബന്ധിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. സാധാരണ മറ്റു രാത്രികളെപ്പോലെ മറ്റ് പകലുകളെപ്പോലെ കാണേണ്ട ഒരു രാത്രിയല്ല. അതുകൊണ്ട് അന്നത്തെ രാത്രി ഹബീബ്, നമ്മുടെ നേതാവ്, നമ്മുടെ എല്ലാമായ, നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും എല്ലാത്തിനേക്കാളും നാം സ്നേഹിക്കേണ്ട നേതാവ് നമ്മളിലേക്ക് കടന്നു വന്ന ആ രാത്രിയാണെന്ന് പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, അള്ളാഹുവിന് നന്ദി ചെയ്യുക. ആ നിഅമത്ത് അള്ളാഹു നമുക്ക് തന്ന രാത്രിയാണ് എന്ന ഒരു ഓർമ്മയോടുകൂടി അള്ളാഹുവിന് നല്ല പോലെ ഇബാദത്ത് ചെയ്യേണ്ട ഒരു രാത്രിയാണ്. പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുക, മുത്ത് റസൂലുള്ളാഹിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലിയും കൊണ്ട്, ഖുർആൻ ഓതിയും കൊണ്ട്, അതുപോലെയുള്ള നല്ല നല്ല ഇബാദത്തെടുത്തും കൊണ്ട് ആ രാത്രിയെ ധന്യമാക്കുക എന്ന് തന്നെയാണ് നമുക്കറിയാം. അതുകൊണ്ട് ആ രാത്രിയെ ആ നിലക്കുള്ള പരിഗണന കൊടുക്കാതെ നാം അവഗണിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഒരു രാത്രി പോലെ കണ്ട് എല്ലാ തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നത് പോലെ ആ രാത്രിയും അങ്ങനെ തന്നെ നമ്മൾ തുടർന്നു പോവുകയാണെങ്കിൽ വലിയ ഒരു മുസീബത്താണ്, വലിയ ഒരു അപകടമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അള്ളാഹു തആല പറഞ്ഞില്ലേ, അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യൂദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. തീർച്ചയായും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വേദനിപ്പിക്കുന്ന ആളുകൾ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, തീർച്ചയായും അള്ളാഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. മാത്രമല്ല വഅഅദ്ദ ലഹും അദാബൻ മുഹീന, വളരെ നിന്ദ്യമായ, വളരെ മോശമായ, നികൃഷ്ടമായ ശിക്ഷ അള്ളാഹു തആല അവർക്ക് തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ രാത്രിയെ മാനിക്കാതെ, അതിന് ഗൗരവം കൊടുക്കാതെ, എല്ലാ തെമ്മാടിത്തരങ്ങൾ ചെയ്ത്, എല്ലാ മോശത്തരങ്ങൾ ചെയ്തും കൊണ്ട് ബാക്കി രാത്രികളെപ്പോലെ, ബാക്കി സമയങ്ങളെപ്പോലെ, ബാക്കി ദിനങ്ങളെപ്പോലെ കണ്ടാൽ വലിയ ഒരു വിപത്താണ്, വലിയ ഒരു മുസീബത്താണ് നമുക്കും നമ്മുടെ വീട്ടിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രാത്രിക്കുള്ള ആ മഹത്വം നമ്മൾ വില വെച്ച് കൊടുക്കണം. അതിനേക്കുള്ള ഗൗരവം നാം തീർച്ചയായും അത് കൊടുക്കുക തന്നെ വേണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് അന്നത്തെ രാത്രി സാധിക്കുന്നവരെല്ലാവരും ആ രാത്രി ഒന്ന് ഉറങ്ങാതെ പുണ്യ റസൂലിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുക. പുണ്യ റസൂലിൻ്റെ പേരിൽ സാധിക്കുന്ന ആളുകൾക്ക് ഖത്ം ഓതി തീർക്കുക. അല്ലെങ്കിൽ എത്രയാണോ സാധിക്കുന്ന അത്തരം കണ്ട് ഖുർആൻ ഓതി പുണ്യ റസൂലിൻ്റെ മേൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യുക. വലിയ മഹത്വമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഇത് ചില്ലറ രാത്രിയല്ല. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദുനിയാവിൽ കടന്നു പോകുന്ന സൂര്യൻ ഉദിക്കുന്ന ദിനങ്ങളിൽ വെച്ച്, അതുപോലെ തന്നെ സൂര്യ നക്ഷത്ര ചന്ദ്രാദികൾ ഉദിക്കുന്നതായിരിക്കുന്ന ദിനരാത്രികളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധ രാത്രിയാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനിയെ പോലെയുള്ള, ഇബ്നു ഹജർ തങ്ങളെപ്പോലെയുള്ള മഹത്തുക്കൾ പറഞ്ഞത് റമളാനിലെ ലൈലത്തുൽ ഖദറിനേക്കാളും വളരെ ശ്രേഷ്ഠമായ രാത്രി എന്നാണ്. കാരണം ലൈലത്തുൽ ഖദർ എന്നുള്ളത് അത് ഒരു സമയമാണ്, ഒരു വഖത്താണ്. ആ ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടാനുള്ള കാരണം നമുക്കറിയാം. ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്, അല്ലാഹു തആല നബി തങ്ങളെക്കുറിച്ച് പറഞ്ഞ് തന്നെ, ഈ ലോകം, ഈ എല്ലാ കാണുന്ന സർവ്വതും ഞാൻ പടക്കാൻ കാരണം അങ്ങാണ് നബിയെ, തങ്ങളെ പടക്കുന്നു എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമളാനും അതുപോലെ തന്നെ മറ്റു സൃഷ്ടികൾ, അതുപോലെ ലൈലത്തുൽ ഖദർ, അതുപോലെ തന്നെ മറ്റു മനുഷ്യർ, അതുപോലെയുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു ഇവിടെ പടക്കാനുണ്ടായത് മുത്ത് റസൂലിനെ പടച്ച കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ തന്നെ കാരണം ഹബീബ് ത്വഹ റസൂലുള്ളാഹി തങ്ങളായതുകൊണ്ട് മഹാന്മാരിൽ ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട് ലൈലത്തുൽ ഖദറിനേക്കാളും പരിശുദ്ധ രാത്രിയാണ് എന്നാണ്. ലൈലത്തുൽ ഖദറിനാണോ ഏറ്റവും ശ്രേഷ്ഠത, അല്ല മുത്ത് റസൂൽ ജനിച്ച രാത്രിക്കാണോ എന്ന് ചർച്ച ഇമാമിങ്ങളുടെ ഇടയിലുണ്ട്. പലരും പറയുന്നത് ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠത മുത്ത് റസൂലുള്ള ജനിച്ച രാത്രിക്കാണ്. എന്നാൽ ഒരു വിഭാഗം ആലിമീങ്ങൾ ലൈലത്തുൽ ഖദറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ ഒരുപാട് ഇമാമീങ്ങൾ അതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ളത് മുത്ത് റസൂലുള്ള ജനിച്ച രാത്രിക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രാത്രിയെ നാം ഹയാത്താക്കണം. ലൈലത്തുൽ ഖദറിനെ എങ്ങനെയാണ് നമ്മൾ ഹയാത്താക്കുന്നത്, അതുപോലെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ രാത്രിയും സാധിക്കുമെങ്കിൽ ഉറങ്ങാതെ പുണ്യ റസൂലിൻ്റെ പേരിൽ ഒരുപാട് ലക്ഷക്കണക്കിൽ സ്വലാത്ത് ചൊല്ലാൻ ആ രാത്രിയെ ഉപയോഗിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വെറുതെ കിടന്നുറങ്ങിക്കൊണ്ട് ആ രാത്രി പായാക്കി കളയല്ലേ. കാരണം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രിയും കൂടിയാണെന്ന് നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഇതാണ് രണ്ടാമത്തെ കാര്യം. എന്നാൽ മൂന്നാമത്തെ കാര്യം, അന്നത്തെ രാത്രി വല്ലാത്തൊരു സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കണം. കാരണം മുത്ത് റസൂൽ നമ്മുടെ എല്ലാമാണല്ലോ, അല്ലേ? അന്ത ഉമ്മുന്നം അബൂ മാ റഅയ്നാ ഫീഹിമാ
മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മുത്തു റസൂലാണ് നമുക്കെല്ലാം, നമ്മുടെ സർവ്വതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങളെക്കാൾ വലുത് നമുക്കൊരാളുമില്ല. അതുകൊണ്ട് ആ പുണ്യ റസൂൽ വന്ന ആ രാത്രി, പുണ്യ റസൂൽ ഭൂജാതനായ ആ രാത്രി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി നാം സന്തോഷം പ്രകടിപ്പിക്കണേ. സന്തോഷം നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. ആ സന്തോഷം നാം മനസ്സിൽ വെക്കാതെ അതങ്ങോട്ട് നാം പ്രകടിപ്പിക്കണം. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? നീ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നീ മറച്ചു വെക്കാൻ പാടില്ല. നീ അവനോട്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോട് പോയി നീ അറിയിക്കണം. അവനോട് നീ പറയണം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം. അള്ളാഹ്ക്ക് വേണ്ടി. ഹറാമായ നിലക്കുള്ള സ്നേഹമല്ല ഈ പറയുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രകടിപ്പിക്കണം, മനസ്സിൽ വെക്കാനുള്ളതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ട, അത് വെളിവാക്കേണ്ട ഒരു പുണ്യരാത്രിയാണ്. കാരണം എന്തുകൊണ്ടും ഏതുകൊണ്ടും നാം സ്നേഹിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സാധാരണ ജനങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തണം, അത് അറിയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തു റസൂലുള്ളാഹിനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹപ്രകടനത്തിന് പിന്നെ പറയേണ്ടതുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് വെളിവാക്കേണ്ടതല്ലേ? അപ്പോൾ നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചും കൊണ്ട് അവിടെ നിന്ന് വിളിച്ചു പറയണം, അങ്ങ് നബിയെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നവനാണ് നബിയെ, അങ്ങ് എന്നെ കൈപിടിക്കണേ നബിയെ, എന്നെ രക്ഷപ്പെടുത്തണേ നബിയെ, എനിക്ക് ശഫാഅത്ത് ചെയ്യണേ നബിയെ എന്ന് പറഞ്ഞും കൊണ്ട് പൊട്ടിക്കരഞ്ഞ് നബിയോടുള്ള സ്നേഹം നബിയോട് തുറന്നു പറയേണ്ട രാത്രിയാണ് പ്രിയപ്പെട്ടവരെ. കൈപിടിക്കാൻ വേണ്ടി നബി തങ്ങളോട് റിക്വസ്റ്റ് ചെയ്യേണ്ട രാത്രിയാണ് നാളത്തെ പരിശുദ്ധമായിരിക്കുന്ന രാത്രി പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, നിങ്ങൾ കണ്ടില്ലേ നബി തങ്ങളോടുള്ള ആ സ്നേഹപ്രകടനം കൊണ്ടുള്ള മഹത്വം എന്താണ്? നബി തങ്ങളുടെ ഏറ്റവും വലിയ കഠിന ശത്രുവാകുന്ന അബൂലഹബ്, അദ്ദേഹം മറ്റാറുമല്ല നബി തങ്ങളുടെ സ്വന്തം മൂത്താപ്പയാണ്. ആ സ്വന്തം മൂത്താപ്പയാകുന്ന അബൂലഹബ് അതാ എന്നും നബിയെ ദ്രോഹിച്ച വ്യക്തിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നും നബി തങ്ങളെ അപമാനിച്ച വ്യക്തികളാണ്, നബി തങ്ങളെ ശപിച്ചവരാണ്, നബി തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചവരാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പോലും അവർക്കെതിരെ ഇറങ്ങിയിട്ടുള്ളത്. സൂറത്തു തബ്ബത്ത് എന്ന സൂറത്ത് പോലും ആ രണ്ട് മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ്. എന്തിനു വേണ്ടി? നബി തങ്ങളെ അവരെ ആക്ഷേപിച്ചു, നബി തങ്ങളെ ശപിച്ചതിൻ്റെ പേരിൽ അല്ലാഹു തആല തിരിച്ചവരെ ശപിച്ചും കൊണ്ടിറക്കിയ സൂറത്താണ്. അത്രയും മോശപ്പെട്ട വ്യക്തികളാണ്. പക്ഷേ ചരിത്രം പറയുന്നത് എന്താണറിയോ? അതാ നാളെ അവർ ജഹന്നമിൽ ഇങ്ങനെ ഉരുകുമ്പോൾ, ഇങ്ങനെ കരിഞ്ഞ് അതാ അവർ കത്തിജ്വലിക്കുന്ന തീയിൽ വീണ് കിടക്കുമ്പോൾ, അവിടുന്ന് പ്രയാസപ്പെടുമ്പോൾ, എല്ലാ തിങ്കളാഴ്ച രാത്രി ആയിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, തിങ്കളാഴ്ചയാവുമ്പോൾ അതാ അബൂലഹബിൻ്റെ കൈവിരലുകളുടെ ഇടയിൽ നിന്ന് നല്ലതായിരിക്കുന്ന വെള്ളം ഇങ്ങനെ പുറത്തു വരികയാണ്. അവൻ അത് കുടിച്ചും കൊണ്ട് അതാ അവൻ ആശ്വസിക്കുകയാണ്, അവൻ സമാധാനിക്കുകയാണ്, അവൻ സന്തോഷിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും. കാരണം എന്താണറിയോ ചോദിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി എന്താണറിയോ? അതാ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത്, നബി തങ്ങളെ ആമിന ബീവി പ്രസവിച്ച സമയത്ത് അതാ അബൂലഹബിൻ്റെ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, സുവൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണ്. ആ സുവൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണ് അദ്ദേഹത്തിൻ്റെ ഒരു അടിമ പെണ്ണ്, അബൂലഹബിൻ്റെ അടിമ പെണ്ണ്. ആ പെണ്ണെന്താക്കി? നബി തങ്ങൾ ജനിച്ച വിവരം നബി തങ്ങൾ, അതായത് അബൂലഹബിൻ്റെ അനുജനാകുന്ന അബ്ദുള്ള എന്നവർ, അതായത് റസൂലുള്ളാഹിൻ്റെ വാപ്പ അബ്ദുള്ള എന്നവർക്ക് ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ട് എന്നൊരു സന്തോഷ വാർത്ത അബൂലഹബിനെ പോയിട്ട് അറിയിച്ചു എന്നാണ്. അങ്ങനെ അറിയിച്ചപ്പോൾ ഉടനെ അതിൽ സന്തോഷിച്ച്, എൻ്റെ അനുജന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ, ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് ആ പെണ്ണിനെ, അതായത് ഈ അടിമ പെണ്ണിനെ അദ്ദേഹം ഉടൻ തന്നെ മോചിപ്പിച്ചു എന്നാണ്, സ്വതന്ത്രയാക്കി വിട്ടു. അങ്ങനെ സ്വതന്ത്രയാക്കി വിട്ട കാരണത്താൽ നബി തങ്ങൾ ജനിച്ചു എന്ന ഒരു സന്തോഷം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി അദ്ദേഹം പ്രകടിപ്പിച്ച കാരണത്താൽ നാളെ ജഹന്നമിലാണെങ്കിൽ പോലും തിങ്കളാഴ്ചയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവിരലുകളിൽ നിന്ന് നല്ല വെള്ളം പുറത്തു വരികയും അത് അദ്ദേഹം കുടിച്ച് പിന്നെ ആശ്വസിക്കുകയും ചെയ്യുമെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എത്ര സ്വഹാബത്തിൻ്റെ കഥകളാണ് നമുക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ. എത്ര മഹാന്മാരാണ് സുബ്ഹാനല്ലാഹ്
മഹാന്മാരായ സ്വഹാബത്തുകളൊക്കെ നബി തങ്ങൾ വുളു എടുത്ത് ബാക്കി വെച്ച വെള്ളത്തിന് വേണ്ടി, അത് കിട്ടാൻ വേണ്ടി അവർ യുദ്ധം പോലും, യുദ്ധസമാനമായ പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കിയിരുന്നു. ആ വെള്ളം, ഒരല്പം വെള്ളം ഒന്ന് കിട്ടാൻ വേണ്ടി അവർ വല്ലാതെ അതിനു വേണ്ടി പിന്നെ കാനു യഖ്തതിലൂന എന്നാണ് ഹദീസ് പറയുന്നത്. അവർ യുദ്ധം ചെയ്യുമായിരുന്നു, അത്രയും അതിനു വേണ്ടി തിക്കും തിരക്ക് കൂട്ടുമായിരുന്നു. എന്തേ കാരണം? നബി തങ്ങളോടുള്ള സന്തോഷം, നബി തങ്ങളോടുള്ള ആ സ്നേഹം കാരണം കൊണ്ട് നബി തങ്ങളുടെ ശരീരം സ്പർശിച്ച ആ വെള്ളത്തിൽ നിന്ന് ബാക്കിയായത് അതിൽ ബറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അത് നബി തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഉമ്മു സുലൈമിൻ്റെ ചരിത്രം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ വിയർപ്പ് അവർ ശേഖരിക്കുകയും ഒരു കുപ്പിയിലാക്കുകയും ചെയ്തു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ ഉമ്മു സുലൈം, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഉമ്മു സുലൈം പറയുകയുണ്ടായി, നബിയെ, ഇത് എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു അത്തറായി ഞാൻ ഉപയോഗിക്കുന്ന നബിയെ. അങ്ങയുടെ ഈ പരിശുദ്ധമായിരിക്കുന്ന വിയർപ്പ് ഇത് സാധാരണ വിയർപ്പല്ല, ഇത് നമുക്ക് ഒരു അത്തറാണ്, നമുക്കൊരു മരുന്നാണ്, നമ്മുടെ മക്കൾക്കൊരു മരുന്നാണ് എന്ന് ഉമ്മു സുലൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്ര കഥകളാണ്, എത്ര ചരിത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ നബിത്വങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഒരു പുണ്യമേറിയ രാത്രിയാണ് റബീഉൽ അവ്വൽ 12 രാത്രിയാണ് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നബി തങ്ങൾ തന്നെ നേരിട്ട് തൻ്റെ തലമുടി കളഞ്ഞപ്പോൾ ആ മുടികളെയെല്ലാം സ്വഹാബത്തിന് വിഹിതിച്ചു കൊടുത്ത, ഓഹരി വെച്ച് കൊടുത്ത ഹദീസ് പ്രസിദ്ധമാണ്. എന്തിനു വേണ്ടിയാണ്? അവർക്കത് കൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടി. ഇങ്ങനെ എല്ലാം കൊണ്ടും നബി തങ്ങളുടെ ആ പരിശുദ്ധമായിരിക്കുന്ന ശരീരത്തിലെ ഓരോ ആസാറുകൾക്ക് വലിയ മഹത്വമാണ്. ഇങ്ങനെയാണ് നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക. അതുകൊണ്ട് അന്നത്തെ രാത്രി പ്രത്യേകമായി ഈ കാര്യം നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ മാത്രമല്ല, അന്നത്തെ രാത്രി മഹാന്മാർ പറയുകയാണ്, ആ രാത്രി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്ന രാത്രിയാണ് നബി തങ്ങൾ ജനിച്ച ആ രാത്രി. അതുപോലെ തന്നെ 5ാമത്തെ പ്രത്യേകത എന്താണ്? അന്നത്തെ രാത്രി നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന രാത്രിയാണ്. നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന രാത്രിയാണ്. പുണ്യ റസൂലിൻ്റെ ജന്മം മാനിച്ചുകൊണ്ട് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, 6ാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട രാത്രി. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ചെയ്യുന്ന കാര്യം, അല്ലാഹുവിൻ്റെ മലക്കുകൾ ചെയ്യുന്ന കാര്യം, എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്, എൻ്റെ മലക്കുകൾ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ചെയ്യണേ എന്ന് അല്ലാഹു നിർദ്ദേശിച്ച കാര്യം, ഒരൊറ്റ കാര്യം, അത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അല്ലാഹു തആല പറഞ്ഞിട്ടില്ല ഞാൻ നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം, എൻ്റെ മലക്കുകൾ നിസ്കരിക്കുന്നുണ്ട് നിങ്ങൾ നിസ്കരിക്കണം, അല്ലാഹു പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങൾ നോക്കൂ, നബി തങ്ങളുടെ ആ സ്വലാത്തിൻ്റെ മഹത്വം എത്രമാത്രമാണ്. അല്ലാഹു തആല സ്വയം ചെയ്യുന്ന ഒരു കാര്യം, അള്ളാഹിൻ്റെ മലക്കുകൾ ചെയ്യുന്ന കാര്യം, ആ ഒരു കാര്യത്തെ അള്ളാഹും അള്ളാഹിൻ്റെ മലക്കുകളും ചെയ്തിട്ട് ഇതിന് ശേഷം നമ്മളോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചൊരു കാര്യമാണ് സ്വലാത്ത്. അതുകൊണ്ട് പുണ്യ റസൂലിൻ്റെ ആ ജന്മരാത്രിയിൽ ഏറ്റവും അനുയോജ്യമായ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സമയമാണ്. ഒരിക്കലും നമ്മൾ പാഴാക്കി പോകരുത്. സ്വലാത്തിൻ്റെ മഹത്വം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. കേവലം ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് തന്നെ ആഖിറം രക്ഷപ്പെട്ട ആളുകളുടെ കഥ, ദുനിയാവ് രക്ഷപ്പെട്ട ആളുകളുടെ കഥ എത്രയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പുണ്യരാത്രി നമ്മൾ പാഴാക്കി കളയല്ലേ. കൈനത്ര എത്രയാണോ സാധിക്കുന്നത് അത്ര കണ്ട് ഉറങ്ങാതെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലുക. തീർച്ചയായും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പുണ്യ റസൂലിനെ സ്വപ്നത്തിൽ ദർശിക്കാൻ നമുക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഹബീബിനെ കുടിയിരുത്തി കൊണ്ടായിരിക്കണം നാം ചൊല്ലേണ്ട സ്വലാത്ത്. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ 7ാമത്തെ കാര്യം, അന്ന് നമ്മൾ ചെയ്യേണ്ട 7ാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, പിന്നെ സ്വദഖത്തുൻ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂലിൻ്റെ പേരിൽ ഒരുപാട് സ്വദഖ ചെയ്യുക, പുണ്യ റസൂലിൻ്റെ പേരിൽ ഒരുപാട് ദാനം ചെയ്യുക. ദാനം ചെയ്യാനുള്ള നല്ല ഒരു സമയമാണ്. നബി തങ്ങളെ പേരിൽ ദാനം ചെയ്യാനുള്ള ഒരു രാത്രിയാണ്. കാരണം നമുക്കറിയാലോ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവരുടെ പേരിൽ നിശ്ചിത ദിവസങ്ങളിൽ അല്ലെങ്കിൽ മരിച്ച് ഒരു വർഷമാവുമ്പോൾ പിന്നെ നമ്മൾ സ്വതക്ക ചെയ്യാറുണ്ട്. എന്നാൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും വഫാത്തായതും റബീഉൽ അവ്വൽ 12-നാണ് എന്നാണ് മഹാന്മാർ പറയുന്നത്. അതുകൊണ്ട് പുണ്യ റസൂലിൻ്റെ പേരിൽ നമുക്ക് എത്ര കണ്ട് സ്വതക്ക ചെയ്യാൻ പറ്റുന്നുവോ അത്ര കണ്ട് സ്വതക്ക ചെയ്യാൻ പറ്റിയ നല്ല ഒരു സമയമാണ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വന്തത്തിന് വേണ്ടി സ്വതക്ക ചെയ്തത് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പുണ്യ റസൂലിൻ്റെ ആ മീലാദ് അത് ഉഷാറാക്കാൻ വേണ്ടി, അത് ഗംഭീരമാക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നബി തങ്ങളെ പേരിൽ സ്വതക്ക ചെയ്യുക, ഒരുപാട് സ്വതക്ക ചെയ്യുക. ഇനി നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ നടക്കുന്ന മീലാദ് പരിപാടിക്ക് കഴിവിൻ്റെ പരമാവധി സഹായിക്കുക. കഴിവിൻ്റെ പരമാവധി പുണ്യ റസൂലിൻ്റെ പേരിൽ നാം അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി, ചോറിന് വേണ്ടി ദാനം ചെയ്തുകൊണ്ട് ആ ഒരു ഭക്ഷണത്തിൽ നമ്മുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഖിറം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, നമ്മുടെ ദുനിയാവ് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് ആരും മറന്നു പോകല്ലേ. ഈ 7 കാര്യങ്ങൾ തീർച്ചയായും നിർബന്ധമായും നാളത്തെ രാത്രിയിൽ നമ്മൾ ചെയ്തിരിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദുനിയാവിലെ ഏറ്റവും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ഒരു സ്വലാത്ത്, അതിനേക്കാൾ വലിയൊരു സ്വലാത്ത് മറ്റൊന്നില്ല. എന്നാലോ നമ്മളൊക്കെ ചെയ്യുന്ന, നമ്മളൊക്കെ പറയുന്ന സ്വലാത്താണ്. നിത്യവും എല്ലാ ദിവസവും ഒരുപാട് തവണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്തു ഇബ്രാഹീമിയ സ്വലാത്ത് അറിയാത്തവരാറുമില്ല. ഏറ്റവും പരിശുദ്ധമായ സ്വലാത്താണ് ഇബ്രാഹീമിയ സ്വലാത്ത്. اللهم صل على سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വലിയ മഹത്വമുള്ള സ്വലാത്താണ് പ്രിയപ്പെട്ടവരെ. നബി തങ്ങൾ നേരിട്ട് പറയാൻ വേണ്ടി പിന്നെ കൽപ്പിച്ച സ്വലാത്താണ് ഇബ്രാഹീമിയ സ്വലാത്ത്. ഈ സ്വലാത്തിലൂടെ പുണ്യനബിൻ്റെ മേൽ മാത്രമല്ല, പുണ്യനബിൻ്റെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് മാത്രമല്ല, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിനെയും കൂടി ഉൾപ്പെടുത്തി ചൊല്ലുന്ന ഏറ്റവും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വഹീഹായ ഹദീസുകളിൽ പിന്നെ സ്ഥിരപ്പെട്ട ഒരു ഹദീസ്, പിന്നെ ഒരു സ്വലാത്താണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുക. ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം. സ്വലാത്തിൻ്റെ സ്വീഗ അത് ക്ലിപ്തമല്ല, മുൻഹസിറല്ല. അത് ഏത് വേണമെങ്കിൽ നമുക്ക് ചൊല്ലാം. പുണ്യ റസൂലിൻ്റെ മേലുള്ള സ്വലാത്തായാൽ മതി, ഏതും ചൊല്ലാം. പക്ഷേ നബി തങ്ങൾ നേരിട്ട് പറഞ്ഞതാവുമ്പോൾ പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സ്വലാത്താണ് ഇബ്രാഹീമിയ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആരും മറന്നു പോകല്ലേ. ഈ സ്വലാത്ത് നമ്മൾ എത്ര കണ്ട് അധികരിപ്പിക്കാൻ സാധിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നിസ്കാരത്തിൽ വളരെ സുന്നത്തായ സ്വലാത്താണ് ഈ സ്വലാത്ത്. നമ്മളെല്ലാവരും നിസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്. എന്നാൽ നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരത്തിൽ അത്തഹിയാത്ത് കഴിഞ്ഞ് ചൊല്ലുന്ന സ്വലാത്താണല്ലോ ഇബ്രാഹീമിയ സ്വലാത്ത്. എന്നാൽ അത് അവിടെ മാത്രം ചൊല്ലാനുള്ളതല്ല, ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ നല്ല ഒരു സ്വലാത്താണ്. ഒരുപാട് തവാബ് കിട്ടുന്ന, ഒരുപാട് പ്രതിഫലം അർഹിക്കപ്പെട്ട ഒരു സ്വലാത്താണ്. അല്ലാഹു തആല ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് മുത്ത് റസൂലിൻ്റെ ആ ഖുർബ്, ആ സാമീപ്യം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആ സ്വലാത്ത് കാരണമായി, അവിടത്തോടുള്ള മഹബ്ബത്ത് കാരണമായി നാളെ അവിടുന്ന് ഷഫാഅത്ത് ചെയ്യുന്ന സമയത്ത് ഈ പാവപ്പെട്ട നമ്മളൊക്കെയും പരിചയം കിട്ടി, നമ്മളൊക്കെ കണ്ട് നമുക്ക് പിന്നെ ഷഫാഅത്ത് ചെയ്യുന്ന യഥാർത്ഥ അവിടുത്തെ ഉമ്മത്തീങ്ങളിൽ പടച്ച റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മഹ്ശറയിൽ കാണുമ്പോൾ പുണ്യ റസൂലിന് പരിചയം കിട്ടുന്ന സത്യവിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. ഇനി നമുക്കടുത്ത വീഡിയോയിൽ കൂടി കാണാം. ഇനി നല്ലൊരു വിവരവുമായി, അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർ, കുടുംബക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ചാനലിനെ പറ്റിയുള്ള മറ്റുമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും ദീനി ദഅവത്തിലായി പടച്ച റബ്ബിൻ്റെ ത്വാഅത്തിലായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. അവസാനം ഈമാൻ സലാമത്തായി മുഅ്മിനീങ്ങളെ, യഥാർത്ഥ മുഅ്മിനീങ്ങളായി കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊണ്ട് മുത്തു റസൂലിനെ നേരിട്ട് കണ്ട് മരിക്കുന്ന സമയത്തൊന്ന് പുഞ്ചിരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. എല്ലാവരോടും ദുആ വസിയത്തോടെ നിർത്തുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.